മാനേജർ എവിടെ? ക്യാബിലുണ്ട് സർ. അതെവിടെ? മുകളിൽ. നടക്കടാ അങ്ങോട്ട്. ആരാ മാനേജർ? വിളിക്കടാ. അകത്തുണ്ട് സർ. ദിസ് ഇസ് ടു മച്ച്. ഞങ്ങളിവിടെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്ന സമയം. ഈ സമയത്ത് ഇവിടെ ആരും അനുവദിക്കാൻ നിവൃത്തിയില്ല സർ. ദയവേത് പുറത്തു പോകണം, അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് എസ് പി വിളിക്കേണ്ടി വരും. അതർവൈസ് യു ഹാവ് ടു ഷോ മീ ദ വാറന്റ്. ഇവനെല്ലാം നിന്നെ പറഞ്ഞോട്ട് പറയടാ. അതെ സാർ. സർ എന്താ കൊണ്ട് മുതലുള്ള കൊട്ടേഷൻ? പാരമ്പര്യം, വിശ്വാസത, അവന്റെ അമ്മയുടെ തേങ്ങാക്കൊല. മാറിയിക്കണേ. CCTV കട്ട് ചെയ്യും. കഴിഞ്ഞ ഒരാഴ്ചത്തെ ഫുൾ ഫുട്ടേജ് ഇങ്ങോട്ട് എവിടെയാ കൺട്രോൾ റൂം? സാർ താഴെയാണ്. എവിടെയാ? താഴെയാണ് സാർ. കൂടെ പോ. നിങ്ങളിവിടെ നിന്നാ മതി. കർണാടകത്തിലെ മന്ത്രിസഭാ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കാൻ അർദ്ധരാത്രി സുപ്രീം കോടതി ചേരുന്നതും പുലർച്ചെ വരെ വാദം കേട്ട് ഇടക്കാല വിധി പുറപ്പെടുവിക്കുന്നതും ആ TV അങ്ങോട്ട് ഓഫ് ചെയ്തോ. ആദ്യമായിട്ടാണ്. പുലർച്ചെ വരെ 3 ദിവസം യുവമാർക്ക് വേണ്ടി അടിവസ്ത്രം വല്ലതും മാറാണ്ട് ഓട്ടം തുടങ്ങിയിട്ട് ഒളിത്താവളം ഒരുക്കുന്നു, റിസോർട്ട് ഒഴിപ്പിക്കുന്നു, പുരിവെയിലത്ത് വഴി ഒരുക്കുന്നു. ഇതേ 3 ദിവസം ഈ കൊച്ചിനെ കൊണ്ട് ഈ അമ്മ ഓടാൻ തുടങ്ങിയിട്ട്. എടാ നീ ഒരിക്കൽ പന്ന നായിന്റെ കൂടെ 6-7 മണിക്കൂറായി ഈ കൊച്ചും തലം കൂടി ഓടിക്കൊണ്ടിരിക്കണത്. മനസ്സിലായടാ? നിനക്കൊക്കെ എവിടെ നിന്ന് മനസ്സിലാക്കാൻ? നീയൊക്കെ മനസ്സിലായടാ നായെ? കിട്ടിയില്ലേ? കിട്ടി സാർ. ആ മാലയും കൂടെ എടുത്തേ. ഈ മാല ഇവര് ഇവിടുന്ന് പർച്ചേസ് ചെയ്താണോ? അതെ സാർ. കേട്ടല്ലോ. ബില്ല് എമൗണ്ട് എത്ര? 1,32,560. ഈ മാല എടുത്ത് നിന്റെ മുതലാളിയുടെ ഭണ്ഡാരത്തിലെടുത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ കാശ് ഒരു അണ്ണാ പൈസ തെറ്റില്ലാതെ എണ്ണി കൊടുക്ക്. സാർ അതിപ്പോ MD ആയിട്ട് ഡിസ്കസ് ചെയ്ത് MD ഒരു കോപ്പില്ല. ഇപ്പൊ ഇവിടെ വെച്ച സെറ്റിൽമെന്റ് അല്ല സാർ. സാർ ഇവിടെയുള്ള ക്യാഷ് ഒക്കെ ബാങ്കിലേക്ക് പോയി. കാശ് വേണ്ട ചെക്ക് മതി. സർ ശരി സാർ, ഇപ്പൊ എടുക്കാം. ക്യാഷ് ചെക്ക്. പേര് പറഞ്ഞു കൊടുക്ക്. പേര് CK രാധാമണി. സാർ അങ്ങോട്ട് വിട്. നാളെ ബാങ്കിലെ ക്യാഷ് ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ സ്റ്റേഷനിൽ ഒന്ന് മാല വാങ്ങിക്കും. ഈ നീതി എന്ന് പറഞ്ഞ സാധനം ഒരുത്തന്റെ ഔദാര്യമല്ലടാ, അവകാശമാണ്. അർഹതപ്പെട്ടവന് അത് കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങണ കാലം അത്. പിന്നെ നാളെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഷോ കാണിക്കാൻ നിന്നാ നിന്റെ മുതലാളിയുടെ 64 ബ്രാഞ്ച് ഞാൻ പൂട്ടിക്കും. ശരിക്കും നമുക്കൊരു കേസിന് പോവായിരുന്നു. നമ്മുടെ ഭാഗം ഭയങ്കര സ്ട്രോങ് അല്ലേ? ഞാനും അത് ആലോചിച്ചണ ചേട്ടാ. അവരോട് പറഞ്ഞതുവാ. പിന്നെ കേസും കോടതിയൊക്കെ ആയിട്ട് അവർക്ക് അതൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ച. എടോ താനല്ലേ എൻ്റെ ഇന്ന് ബില്ല് മേടിച്ച്? നന്നായി വരോടോ.